അടുത്തതായി സംസാരിക്കുന്നതിനായി ശ്രീ ജെബിൻ ജോസഫിനെ ക്ഷണിക്കുന്നു. കണ്ടറിബിലറായിട്ടുള്ള ജെബിൻ ജോസഫ് ടീച്ചറെ വളരെ അടുത്ത സുഹൃത്തു കൂടിയാണ്. ലൈഫ് ഇൻ ഡോട്ട്സ് ആൻഡ് ലൈൻസ് എന്ന ഏറെ ഹൃദ്യമായ ഈ ചിത്ര പ്രദർശന പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ചതിന് എൻ്റെ പ്രിയപ്പെട്ട ടീച്ചർക്ക് ആദ്യമായി തന്നെ നന്ദി പറയുന്നു. ഈ പ്രോഗ്രാം സ്വാഗതം ആശംസിച്ച ദീപക്, അതുപോലെ KU കൃഷ്ണകുമാർ സാർ, ഗുരുവായൂർ ചുമർ ചിത്ര പഠന കേന്ദ്രത്തിൻ്റെ റിട്ടയർഡ് പ്രിൻസിപ്പളാണ്. അദ്ദേഹം ഏറെ ഹൃദ്യമായി വളരെ ആധികാരികമായി ചിത്രകലയെ പറ്റിയും അതിൻ്റെ സങ്കേതങ്ങളെ പറ്റിയും ഒക്കെ നമ്മോട് സംസാരിച്ചു. അതുപോലെ ഈ ഉദ്ഘാടനം ചെയ്ത വിജയൻ മാഷ് എൻ്റെ അധ്യാപകനായിരുന്നു. ആള് നമുക്ക് കോളേജ് പഠനകാലത്തൊക്കെ നമുക്ക് നൽകിയിട്ടുള്ളൊരു ഊർജ്ജവും ഒരു പ്രോത്സാഹനവും ഒക്കെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. ഇപ്പോൾ ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാൻ കൂടിയാണ്. കോളേജ് വിട്ടതിന് ശേഷം വളരെ കുറച്ച് മാത്രമേ അദ്ദേഹത്തെ കണ്ടിട്ടുള്ളൂ. കഴിഞ്ഞ വർഷം ഇവിടെ ഗുരുവായൂർ നഗരസഭയെ പറ്റിയുള്ളൊരു ഡോക്യുമെൻ്ററി ചെയ്യുന്നതിന് വേണ്ടി വന്നപ്പോഴാണ് ഏറെ കാലത്തിന് ശേഷം മാഷ കാണുന്നത്. ഒരുപാട് സന്തോഷം. അതുപോലെ തന്നെ ഇവിടെ മുഖ്യാതിഥി എത്തിയ സംസാരിച്ച മിനി ജയൻ, സായിനാഥൻ മാസ്റ്റർ, അതുപോലെ VR രാജമോഹൻ സീനിയർ ജേർണലിസ്റ്റാണ്. അദ്ദേഹവും ചിത്രകലയെ പറ്റിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സന്തോഷവും മറ്റു കാര്യങ്ങളൊക്കെ ഒരുപാട് സംസാരിച്ചു. ഏറെ ഹൃദ്യമായിരുന്നു. ആദ്യമായി സംസാരിക്കുന്നത് ടീച്ചറെ പറ്റിയാണ്. കാരണം സാധാരണഗതിയിൽ ഞങ്ങൾ കേരളോർമ്മയിൽ കലാകാരന്മാരുടെ ആധിക്യം മൂലം ഇപ്പോഴത്തെ ഭാഷയിൽ പറയുകയാണെങ്കിൽ കലാകാരന്മാരെ തട്ടിത്തടച്ച് നടക്കാൻ പറ്റാത്തൊരു കലാലയമെന്ന് ഞങ്ങൾ അഭിമാനത്തോടും അഹങ്കാരത്തോടും പറയാറുണ്ട്. അവിടെ ടീച്ചർ കവിത വളരെ മനോഹരമായിട്ട് എഴുതുന്നതും ചൊല്ലുന്നതും കണ്ടിട്ടുണ്ട്. ടീച്ചറെ ക്ലാസ്സിലൊക്കെ കയറിയിരിക്കാൻ എന്നെ പോലുള്ളവർക്ക് ഒരു പ്രചോദനം എന്ന് പറഞ്ഞാൽ കവിത വായിക്കുന്നതിനേക്കാൾ മനോഹരമായിട്ട് ടീച്ചർ അത് കവിത ചൊല്ലുന്നത് കേൾക്കാൻ ഭയങ്കര രസമായിരുന്നു. അപ്പോൾ അങ്ങനെ ഉള്ള ടീച്ചർ, നന്നായി സംസാരിക്കുന്ന, നന്നായി ക്ലാസ് എടുക്കുന്ന, നന്നായി പ്രഭാഷണം ഒക്കെ ചെയ്യുന്ന ടീച്ചർ, എന്തുകൊണ്ട് അവിടെ ഒരു ചിത്രം വരച്ച് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. ടീച്ചർ ചിത്രം വരയ്ക്കുന്ന അറിഞ്ഞത് പലരും പറഞ്ഞ പോലെ തന്നെ ഈ മുഖപുസ്തകമൊക്കെ വന്ന് സോഷ്യൽ മീഡിയയിൽ ഒരു ആധിക്യമുള്ളൊരു കാലത്താണ്. സോഷ്യൽ മീഡിയയിലാണ് ഞാൻ ടീച്ചറുടെ ചിത്രമെഴുത്ത് ആദ്യമായിട്ട് കാണുന്നത്. പഠിച്ചുകൊണ്ടിരിക്കുന്ന ഞാനവിടെ ടീച്ചറെ പോലെ തന്നെ, ടീച്ചറവിടെ പ്രീ ഡിഗ്രി അവിടെ തന്നെയില്ലായിരുന്നു, അല്ല ശ്രീകൃഷ്ണനായിരുന്നു. ഞാൻ പ്രീ ഡിഗ്രിക്കാണ് ടീച്ചറുടെ ക്ലാസ്സിൽ ആദ്യമായിട്ട് വരുന്നത്. പിന്നെ ഡിഗ്രിക്ക് ഉണ്ടായിരുന്നു, PGക്ക് ഉണ്ടായിരുന്നു. ഒരു 7, പിന്നെ അതിനുശേഷം പിന്നെ ഒരു വർഷം, അങ്ങനെ ഒരു 7-8 വർഷം അവിടെ പഠിച്ചിട്ടും ടീച്ചറെ ചിത്രമെഴുത്തുകൾ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ മറ്റെല്ലാ മേഖലകളിലും അത്യാവശ്യം പ്രസരിപ്പോടുകൂടി ഒരുപാട് തലമുറകൾക്ക് ഊർജ്ജം നൽകിയിട്ടുള്ള ഒരു ടീച്ചർ തീർച്ചയായിട്ടും ഇതിലും ശോഭിക്കുക തന്നെ ചെയ്യും. അതിൽ യാതൊരു തർക്കവുമില്ല. പിന്നെ ടീച്ചറെ കൂടുതൽ എനിക്ക് ടീച്ചറോട് ഒരു ബഹുമാനം ഇപ്പോൾ തോന്നുന്നത്, ഈ റിട്ടയർമെൻറ്റ് ലൈഫിനെ നമുക്കിഷ്ടമുള്ള വഴികളിലൂടെ തിരിച്ചു വിട്ടുകൊണ്ട് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മുന്നേറുന്നവരെ കാണുന്നവരാണ്. പലരും ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ തങ്ങളുടേതായ ഒരു ലോകത്തിൽ മാത്രം ഒതുങ്ങി അധികം വലിയ പരിപാടികൾക്കൊന്നും മുന്നോട്ട് പോകാതെ ഒതുങ്ങി കൂടിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇതുപോലെയുള്ള പരിപാടികളുമായിട്ട് മുന്നോട്ട് പോവുകയും കലാവഴികളിലൂടെ മുന്നോട്ട് പോവുകയും സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ ആക്റ്റീവ് ആവുകയും എന്നാൽ അതിനെ വളരെ സർഗാത്മകമായി സക്രിയമായിട്ടും ഒക്കെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന കാഴ്ച വളരെ വളരെ മനോഹരമാണ്. ഇനി വരുന്ന തലമുറകൾക്ക് അതിൽ നിന്ന് ഒരുപാട് പഠിക്കാനുണ്ട്. ഒപ്പം ചിത്രമെഴുത്ത് എന്നുള്ളൊരു സംഭവം ഏറ്റവും കൂടുതൽ ബഹുമാനം തോന്നിയിട്ടുള്ളതും ആദരവ് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ കോളേജ് യൂണിയൻ ചെയർമാനായിരുന്ന സമയത്ത് കേരളോർമ്മയിൽ കുറേ പരിപാടികളൊക്കെ സംഘടിപ്പിക്കാനും അതിൻ്റെ പിന്നണിയിലൊക്കെ പ്രവർത്തിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷം, അഭിമാനം തോന്നിയിട്ടുള്ളത് ചിത്രക്കൂട്ടായ്മ എന്നൊരു പ്രോഗ്രാം സംഘടിപ്പിച്ചപ്പോഴായിരുന്നു. അതിലന്ന് ഒരുപാട് ആ സമയത്ത് കേരളോർമ്മയിലുണ്ടായിരുന്ന എഴുതുന്ന എല്ലാവരും അതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് സന്തോഷം തോന്നിയിട്ടുള്ള ഒരു പ്രോഗ്രാമായിരുന്നു. സോളോ എക്സിബിഷൻ്റെ ഒപ്പം തന്നെ ഒരുപാട് പേരെ ഒന്നിച്ച് കൂട്ടാൻ പറ്റിയൊരു പ്രോഗ്രാമായിരുന്നു. പിന്നീട് കുറേ വർഷങ്ങളോളം അത് ആ ക്യാമ്പസിൽ അത് നടന്നിരുന്നു. അങ്ങനെയുള്ള പരിപാടികളുടെ സംഘാടകൻ എന്നതിലപ്പുറം ഒരു ശരാശരി ആസ്വാദകൻ എന്നതിലപ്പുറം ഇതിനെപ്പറ്റി ആധികാരികമായിട്ട് വിലയിരുത്താനോ പറയാനോ ഉള്ള ശേഷിയുള്ള ആളൊന്നുമല്ല. എന്തായാലും ടീച്ചറുടെ ശിഷ്യൻ എന്ന രീതിയിൽ എൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥയ്ക്ക് ഇനിയും ഈ വഴിയിൽ ഒരുപാട് ദൂരം മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി.